മലയാളി കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മധുരം ചേർത്ത പപ്പട പലഹാരമാണ്. നമ്മുടെ മധുരം ചേർത്ത പപ്പട പലഹാരത്തിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പപ്പടം, നാളികേരം, ഏലക്ക പൊടിച്ചത്, കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടി, അരിപ്പൊടി, പഞ്ചസാര. ആദ്യം നമുക്ക് ഈ നാളികേരത്തിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിന് മധുരം ചേർക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂണ് മധുരം ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു സ്വല്പം ഉപ്പ് കുറച്ച് വെള്ളത്തിൽ അലിയിപ്പിക്കണം. സ്വല്പം ഉപ്പ് മതി. നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഒറ്റിച്ച് നല്ല കട്ടിയിൽ മാവുണ്ടാക്കണം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു പപ്പടം എടുത്തിട്ട് ഇതിൻ്റെ 2 ഭാഗത്തും ഈ മാവ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. കുറച്ച് ഒരു ടീസ്പൂണ് നാളികേരം, പഞ്ചസാര, ഏലക്കയും ചേർത്തത് അങ്ങനെ വെച്ചിട്ട് പപ്പടം ഇങ്ങനെ നടുമടക്കുക. ഇത് തെറ്റ് ഒന്ന് അമർത്തി ഒട്ടിക്കണം. നമ്മുടെ വെളിച്ചെണ്ണ കാഞ്ഞിലേക്ക് നമുക്ക് ഈ പപ്പടം ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മളതൊന്ന് മൂപ്പിക്കണം പപ്പടം. പപ്പടം മൂത്തിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം വാറ്റിയിട്ട് ഇങ്ങനെ പിടിച്ച് നമുക്കിങ്ങനെ വെളിച്ചെണ്ണ വാർന്നാൽ കോരിയെടുക്കാം. ഇതേപോലെ അടുത്ത പപ്പടം ഉണ്ടാക്കും. നാളികേരം ഇട്ടിട്ട് മടക്കിയിട്ട് തെറ്റൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് അമർത്തിയാൽ അത് ഒട്ടും. കുറച്ചും കൂടി മാവ് വേണമെങ്കിൽ മുകളിലൊക്കെ വയ്ക്കാം. ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
വേഗം മൂക്കുന്നുണ്ട്. അപ്പം നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗം ഇതിൻ്റെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കോരി വെച്ച് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് വെളിച്ചെണ്ണയൊക്കെ വാർന്നാൽ നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കാം. ഇതേപോലെ ബാക്കിയുള്ള പപ്പടം നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാം. ഈ മധുരം ചേർത്ത പപ്പട പലഹാരം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടാവും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം.